ഞാനൊന്ന് ഊതട്ടെ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടില്ലല്ലോ. വളരെ ലത്തീഫായ ഒരു ബോഡി ഷേപ്പാണ് റൂഹിനുള്ളത്. നമ്മളാരും അത് കണ്ടിട്ടില്ല. ഒരുപാട് രഹസ്യങ്ങൾ റൂഹിൻ്റെ വിഷയത്തിലുണ്ട്. ഇപ്പോൾ കുറേ യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയും. അക്കൂട്ടത്തിലൊരു ടീച്ചറും ഉണ്ട്, ജാമിദ. അവളിപ്പോൾ നബീനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരിക്കുക, അള്ളാനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയ. അവൾക്ക് നല്ല അടി കിട്ടും. മിക്കവാറും ദുനിയാവിൽ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് പണിഷ്മെൻറ്റ് കിട്ടും. ഈയിടെ നോക്കിയോ അള്ളാനെ ചീത്ത വിളിക്കുന്നു. അള്ളാഹു ജാമിദാക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഈ ഒസാമാർ ആമീൻ പറയുമോയെന്ന് എനിക്ക് സംശയമാണ്, എന്നാലും പറഞ്ഞേക്കി. കാരണം എന്താ അറിയോ? ബിസി അസീസിൻ ഔ ബിദില്ലി ദലീലിൻ. അള്ളാഹു ഇസ്ലാമിനെ അന്തസ്സുള്ളവൻ്റെ അന്തസ് കൊണ്ട് സഹായിക്കും, ഏറ്റവും ദുഷ്ടൻ്റെ ദുഷ്ടത്തരം കൊണ്ട് സഹായിക്കുമെന്നാ ഇല്ലേ ഇസ്മായിൽ ഉസ്താദെ? പിന്നെ ഒരുത്തരുണ്ട് ഡോക്ടർ മഹാ ആരിഫ്. ഡോക്ടർ ആരിഫ് ഭയങ്കര ഡോക്ടറുവാ, യുക്തിവാദിയുവാ. പിന്നെ ഒരു ലിയാക്കത്ത്. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, പടച്ചവനെ ഈ യുക്തിവാദികളൊക്കെ ഇസ്ലാമിൽ നിന്നാണോ പോകുന്നത്? അപ്പം മറ്റൊരു പണ്ഡിതൻ എന്നെ തിരുത്തി, അല്ല, അറിയപ്പെട്ടവരധികവും മുസ്ലിങ്ങളാണെങ്കിലും ഏറ്റവും കുറച്ചാളുകൾ യുക്തിവാദത്തിലേക്ക് പോകുന്നത് ഇസ്ലാമിൽ നിന്നാണ്. ഞങ്ങൾ പ്രാസംഗികരുടെയൊക്കെ ധാരണ അങ്ങനെയായിരുന്നു. നമ്മുടെ സമുദായത്തിൽ നിന്നാണ് ഒരുപാട് പേര് യുക്തിവാദത്തിലേക്ക് പോകുന്നത്. അല്ല കേട്ടോ, അദ്ദേഹം അതിൻ്റെ കണക്കുദ്ധരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യുക്തിവാദി എന്ന് പറഞ്ഞാൽ അവനല്ലേ ഏറ്റവും വലിയ മണ്ടൻ. ഇവിടുത്തെ ഒരു മണൽത്തരി മുതൽ സോളാർ സിസ്റ്റത്തിലെ അൽ മജ്മുഅത്തു ശംസിയയിലെ ഏറ്റവും വലിയ ഒരു ഗ്രഹമാണ് ജൂപ്പിറ്റർ, വ്യാഴം. വ്യാഴം മുതൽ ഈ ചെറിയ മണൽത്തരി വരെ വഫീ കുല്ലി ഷൈഇൻ ലഹു ആയതു തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ പ്രപഞ്ചത്തിലെ സമസ്ത കണികകളിലുമുണ്ട് അലാ അന്നഹു വാഹിദു, അല്ലാഹു വാഹിദാണ്, അല്ലാഹു ഏകനാണെന്ന് വിളിച്ചറിയിക്കുന്ന തെളിവുകളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തനാണ്, ആരുടെയും ആശ്രയം അല്ലാഹുവിനില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജാതനല്ല, ജനയിതാവുമല്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, ഒരു സ്ത്രീ അവനെ ജനിപ്പിച്ചതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല. അള്ളാഹ്ക്ക് തുല്യനായിട്ട് ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. കണ്ടോ? അപ്പോൾ ആരാണ് അള്ളാഹു? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, തഫക്കറൂ ഫീ ഖൽഖില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ പറ്റി ചിന്തിക്കണം. വലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ദാത്ത് മീനിങ് ശരീരം. അള്ളാഹുടെ ശരീരം എങ്ങനെയാ, അള്ളാഹ് എപ്പോഴാണ് ഉണ്ടായത്, അവൻ്റെ ബർത്ത്ഡേ എപ്പോഴാ, ഇങ്ങനെ ഒന്ന് കാട് കയറി ചിന്തിക്കരുത്. അള്ളാഹിനെ മനസ്സിലാക്കണോ? ആ അറബിക്കടലിൻ്റെ സൈഡിൽ പോയിരുന്ന് വംവാജുൻ റാത്തു അല്ലേ, ബിഹാറുൻ റാത്തു അംവാജിൻ, തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ബഹറുകൾ. എന്നുമൻ ജീവിത ഭാഗധേയങ്ങളിൽ നന്മതൻ പൂക്കൾ പൊഴിക്കും തരങ്കിണി, ഒന്നായ നിന്നെ ഞാൻ കാണുന്നനവധി ഭിന്നരൂപങ്ങളിൽ ഭിന്നഭാവങ്ങളാൽ, മഞ്ഞിൽ വെയിലിൽ മഴയിൽ നിലാവിൽ നീ മഞ്ജുള ശില്പങ്ങൾ തീർക്കുന്ന ശില്പിയാം, ആഴിയിൽ അർക്കനിൽ ആമ്പലിൻ ആകാശ നീലിമയിൽ നിന്നെ ദർശിപ്പൂ ദൈവമേ, ആദ്യവും അന്ത്യവും ഇല്ലാത്ത നിന്നിലെ ആത്മസായൂജ്യം ലഭിപ്പൂ മഹാമയേ. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ അവ്വലാണ്, അവൻ ആഖിറാണ്, അവൻ ലാഹിറാണ്, അവൻ ബാത്തിനാണ്, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനുമാണ്, അവൻ പ്രത്യക്ഷനാണ്, അവൻ പരോക്ഷനാണ്, അവൻ സമസ്ത വസ്തുക്കളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അടുത്ത വ്യാഴാഴ്ച ഈ മജ്‌ലിസിൽ വരുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ദിക്ർ ചൊല്ലാൻ. കുറേ ദിക്ർ ചൊല്ലുന്നു,
അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങുന്നു. ഹബീബെ, ഒരുപാട് നേരമൊന്നും ദിക്ർ ചെയ്യണ്ട, അരമണിക്കൂർ 3/4 മണിക്കൂർ ചെയ്യുന്നത് നല്ല സ്പിരിറ്റോട് കൂടി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മനസ്സിലായോ? ജനങ്ങളെ ഉലമാക്കളെ കുറ്റം പറയും, ഉസ്താദ്മാരൊക്കെ ഉറക്കമാണ്. ഉസ്താദ്മാർ 24 മണിക്കൂറും പള്ളിയില്ല, സുന്നത്തും കിതാബ് നോട്ടവും ദറസും, അതിൻ്റെ ഇടയ്ക്ക് പാവങ്ങളൊന്ന് വിശ്രമിക്കുന്നതിനെ വിമർശിക്കുക അല്ലേ? ഞാൻ വയലിന് പോവുകയാണെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കണമല്ലോ. ആ 2 മണിക്കൂർ പ്രസംഗിക്കാൻ ഞാനൊരു 4 മണിക്കൂർ കിതാബ് നോക്കാറുണ്ട് ഇപ്പോഴും. അലിഫൈസി ഉസ്താദിനറിയാം, എനിക്ക് കിതാബ് നോക്കിയില്ലെങ്കിൽ റാഹത്താവില്ല. ഞാനിപ്പോൾ കുറേ അവിടെ ഇരുന്ന് കിതാബ് നോക്കി. എൻ്റെ വല്ലുപ്പ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, മൻ ഫതഹ ബാബൽ മുതാലഅതി ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂം. മുതാലഅയുടെ കവാടം ആര് തുറന്നോ അവന് നവങ്ങളായ അറിവുകൾ കിട്ടും. വല്ലുപ്പ ഒരു കാര്യം പറയുമായിരുന്നു, വേഷം മാത്രം പോരാ കേട്ടോ. എൻ്റെ പേര് അലി എന്നാണ്, മുഹമ്മദ് അലി. അബൂ ഷമ്മാസ് ഉണ്ടായിക്കഴിഞ്ഞ് ഷമ്മാസിന് ഇപ്പം 30 വയസ്സായി. വയസ്സൊന്നും പറയണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ വയസ്സ് കണക്കൂട്ടി അല്ലേ? ഒരു ഉസ്താദ് വളർന്ന് വലുതായി പെണ്ണ് കെട്ടി 30 വയസ്സുള്ള മകൻ ഉണ്ടാകണമെങ്കിൽ പറയുന്ന ഉസ്താദിന് എത്ര വയസ്സായി കാണും? എത്ര എന്ന് പറഞ്ഞാൽ കണ്ണാടി വെച്ചിരിക്കുന്ന ആരാ? ഇത് എവിടെയുള്ള? ഇടുക്കിയാണോ? എവിടെ? മദ്രാസോ? മണ്ണർക്കാട്? എത്ര വയസ്സുണ്ടാവും? കുറച്ചേ പറയാവുള്ളൂ. 59 കണ്ടോ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം CM വലിയുള്ളാനെ കണ്ടു. CM ഞാൻ അന്ന് മർക്കസിൽ ഹാഫിൽ ഉസ്താദാ. ഏത് മർക്കസിൽ? കാരന്തൂർ മർക്കസിലെ ആദ്യത്തെ ഹാഫിൽ ഉസ്താദാണ് ഞാൻ. ഷംസുൽ ഉലമ പോയ ഉടനെയാണ് ഞാൻ അവിടെ വരുന്നത്. ജനനം കൊണ്ട് തെക്കനാണെങ്കിലും 87, 88, 89 3 കൊല്ലം സമസ്തയുടെ പിളർപ്പ് കണ്ടയാളാണ് ഞാൻ. ആ പിളർന്ന സമ്മേളനം, എറണാകുളം സമ്മേളനത്തിൽ ഖിറാത്ത് ഓതിയ ആളാണ് ഞാൻ. അന്ന് ആരായിരിക്കും ഞാൻ? ഇന്ന് ഞാൻ എങ്ങനെയുണ്ട്? ആൾക്കാർ പറയുന്നു ശബ്ദത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ശബ്ദത്തിന് മാറ്റം വന്നോ? നമ്മുടെ ഏറ്റുമാനൂർ ടൗൺ പള്ളിയിൽ ഒരു ആലിംസ ഉണ്ട്. ഞാൻ സുബൈക്ക് കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഓടിപ്പോവും അവരുടെ പിന്നെ കൈകെട്ടാൻ. എന്താ 90 വയസ്സുണ്ടെങ്കിൽ ഖിറാത്ത് അടിപൊളിയാ. എന്താ ഇപ്പോഴും ആ ഓതലിൻ്റെ രസം, ശബ്ദത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും ദുആ ചെയ്യും, അള്ളാഹുവെ സമസ്തയെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. നമുക്ക് ആമീൻ പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ ഉസ്താദ് കടുത്ത ഈക്കക്കാരനാണെന്ന് തോന്നുന്നല്ലോ. അള്ളാഹുവെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. പിന്നെ ഞങ്ങൾ തെക്കുള്ളവർക്ക് വലിയ വിഷമമുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ പുകയുന്നു എന്നൊരു തോന്നൽ. ഒന്നും പുകയാതെ അള്ളാഹു തആല അതെല്ലാം പടച്ചോൻ ഭംഗിയാക്കി പരിഹരിച്ചു തരട്ടെ. എന്താ നിങ്ങളെ അല്ലേ? ഞങ്ങളൊക്കെ സമസ്തയെ സ്നേഹിക്കുന്നവരാ, ഞങ്ങളൊക്കെ സയ്യിദന്മാരെയും സ്നേഹിക്കുന്നവരാ. കൊടപ്പനക്കൽ തറവാടിനെയും, അവരിലെ ബാഫഖി, അവരിലെ ഷിഹാബ്, അവരിലെ ജിഫിരി, ഒരുപാട് കബീലകളുണ്ടല്ലോ തങ്ങളെ. എല്ലാ തങ്ങന്മാരെയും എല്ലാ അഹ്ലു ബൈത്തിനെയും നമ്മൾ ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ബഹുമാനിക്കൂലേ? ആയത്തുൽ മുബാഹല എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. അതിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ദഅ അലിയൻ വ ഫാത്തിമ വ ഹസനൻ വ ഹുസൈനൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. മുത്തുനബി അലിയാര് തങ്ങളെയും ഫാത്തിമ ബീവിയെയും ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹും വിളിച്ചു. എല്ലാവരും ഇങ്ങ് വരീൻ. അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി. അല്ലാഹുവേ, ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത്. എന്നിട്ട് സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്ത് ഓതി, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. തീർച്ചയായിട്ടും അല്ലാഹു ഉദ്ദേശിക്കുന്നു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ. റിജ്സ് ഖദർ, മാലിന്യം, പാപങ്ങളുടെ മാലിന്യം നിങ്ങളിൽ നിന്നും കഴുകിക്കളയാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അഹ്ലൽ ബൈത്ത്, പ്രവാചകന്റെ കുടുംബമേ. വയുതഹിറകും തത്ഹീറാ, നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ സദസ്സിലിരിക്കുന്നു. ഒരു സയ്യിദ് പോയി, രാവിലെ സാദാത്തുക്കൾ ഇവിടെ വന്നു. നാം ബഹുമാനിക്കണം അഹ്ലു ബൈത്തിനെ. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, അഹ്ലു കൂട്ടുകാർ.
വീട്ടുകാരെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ വീട്ടുകാർക്കാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ പറഞ്ഞേക്കാം, ഏതായാലും അത് പറഞ്ഞത് കൊണ്ട് ഒന്നും കൂടെ പറഞ്ഞേക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, പ്രവാചകൻ രാവിലെ ഇറങ്ങി, ഖറജ, മുത്തുനബി ഇറങ്ങി രാവിലെ, വഅലൈഹി മിർത്തുൻ മുറഹലുൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദേഹത്ത് രോമം കൊണ്ട് നിർമ്മിച്ച കറുത്ത കളറുള്ള ചെറിയ ഡിസൈനുള്ള ഒരു പുതപ്പ് മുത്തുനബി അവിടുത്തെ ശരീരത്തിലിട്ടിട്ടുണ്ട്. ഫജാ അൽ ഹസൻ, അതാ ഹസൈനാര് ഓടി വന്നു. ഫഅദ്ഖലഹു ഫീ, മുത്തുനബി ആ പുതപ്പിനകത്തോട്ട് പേരക്കിടാവിനെ പ്രവേശിപ്പിച്ചു. സുമ്മ ജാഅ ഹുസൈൻ, ഹുസൈൻ വന്നു റളിയല്ലാഹു അൻഹു, വന്ന് നേരെ ആ പുതപ്പിനകത്തേക്ക് കടന്നു നിന്നു. സുമ്മ ജാഅ അലി, പിന്നെ അലിയാര് തങ്ങളും വന്നു. വഫാത്തിമത, ഫാത്തിമയും വന്നു, ആ പുതപ്പിനകത്തേക്ക് കയറി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി, അള്ളാഹുവേ ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത്. എന്താ ഹബീബേ? മുസ്ലിമിൻ്റെ ഹദീസാ, സഹീഹായ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തി, ഹജ്ജത്തുൽ വദാഇൽ മുത്തനബിയെ ഞാൻ കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ ഖസ്വ എന്ന ഒട്ടകപ്പുറത്താ, ഖസ്വ അൽ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് യഖ്തുബുന്നാസ്, ജനങ്ങളോട് സംസാരിക്കുകയാ. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലൻ തളില്ലു മാ തമസ്സക്തും, നിങ്ങൾ വഴിതെറ്റുകയില്ല, നിങ്ങൾ മാർഗഭ്രംശത്തിലേക്ക് പോവുകയില്ല, നിങ്ങൾ പിൻപറ്റിയാൽ മാ ഇൻ അഖദ്തും കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅ്തിറതി, ആ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഐ അഹ്ലു ബൈത്തി, അത് പ്രവാചകന്റെ അഹ്ലു ബൈത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം റസൂലുള്ളാഹിയുടെ അഹ്ലു ബൈത്ത് സ്ഥിരപ്പെട്ടത് ഫാത്തിമയിൽ കൂടിയാ, അല്ലേ? ഈയിടെ ഒരാൾ പറയാ എന്നോട്, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ തങ്ങന്മാരാ, നമ്മൾ ആദം നബിയുടെ മക്കളല്ലേ എന്ന്. ഒരെണ്ണം കൊടുക്കാൻ തോന്നി. അത് ഹദീസൊക്കെ പഠിച്ച ഒരുത്തനാ, അത്യാവശ്യത്തൊക്കെ ഓതിയിട്ടുണ്ട്. അവർക്കൊന്നും ഈ ഹദീസും ഈ ആയത്തൊന്നും അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളും തങ്ങന്മാരാ, നമ്മൾ ആദം നബിയുടെ മക്കളല്ലേ എന്ന്. എന്നിട്ട് അയാൾ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ, ഭയങ്കര വിഷമം തോന്നി. അതെങ്ങനെയാ സ്ത്രീയിൽ നിന്ന് നസബ് സ്ഥിരപ്പെടുക എന്നൊരു വാക്കും കൂടി പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അപ്പം ഈ കേട്ട ഹദീസൊന്നും മൂപ്പര് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെയും അവൻ്റെ ഗ്രന്ഥത്തെ ഖുർആൻ പറഞ്ഞത്, ഹദീസിൽ പറഞ്ഞത് പാശം കയറെന്നാണ്. രണ്ടാമത് പറഞ്ഞു എൻ്റെ അഹ്ലു ബൈത്ത്. നമ്മൾ കേരളീയർ അത്ര ഭാഗ്യവാന്മാരാ, അല്ലേ? ഇന്ന് സമസ്തയുടെയും മദ്രസയൊക്കെ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാഫക്കി തങ്ങൾ വഫാത്താകുന്നത്. ആ സമയത്ത് എൻ്റെ ഉപ്പ കരയുന്നത് ഞാൻ, ബാപ്പാക്കന്ന് ചെറിയൊരു ജോലിക്കടയാ, കടയിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ബാഫക്കി തങ്ങളെന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു ബാപ്പാക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം അവിടുത്തെ തലപ്പാവെടുത്ത് ഈ സമുദായത്തിൻ്റെ മുമ്പിൽ കാണിച്ച് ഈ ഉമ്മത്തു നൽകിയ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ മദ്രസകൾ കെട്ടിപ്പൊക്കിയത്. നോക്കൂ, എത്രയോ സംസ്ഥാനമില്ലേ? ആസാമിൽ 28 മുസ്ലിം ശതമാനം, കേരളത്തിൻ്റെതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ അവിടെ മുസ്ലിം MLA എത്രയുണ്ട്, എത്ര മിനിസ്റ്റേഴ്സ് ഉണ്ട്? ഈയിടെ 2-3 ഹുദവിമാർ അവിടെ പോയിട്ട് വന്നവർ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദെ വല്ലാത്തൊരവസ്ഥയാണ് വടക്കേ ഇന്ത്യയിൽ. നമ്മൾ വേണം ഇനി അവിടെ പോയിട്ട് ദഅവത്ത് ചെയ്യാനും സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് സമസ്തയ്ക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിൻ്റെ ദീനായിരിക്കണം. പിന്നെ ഒരു സംഘടനയില്ലെങ്കിൽ, അലൈക്കും ബിൽ ജമാഅ, സംഘടനയില്ലെങ്കിൽ നമ്മുടെ മക്കളെ ആര് കൊണ്ടുപോകും? പിശാചുക്കൾ കൊണ്ടുപോകും. അതുകൊണ്ടൊരു സംഘടന മരക്കൽ മുല്ലക്കോയ തങ്ങൾ ബീജാവാപം നടത്തി തന്നു നമുക്ക്. നമ്മൾ ഉറച്ചു നിൽക്കുക. അള്ളാഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. നാം അള്ളാഹുവിനെ കണ്ടെത്തണം.
നോക്കൂ, ഒരുപാട് സൃഷ്ടികളുണ്ട് ഇവിടെ. ആ സൃഷ്ടികളെപ്പറ്റി ചിന്തിക്കണം. എന്നാൽ നിങ്ങൾക്ക് സൃഷ്ടാവിനെ കണ്ടെത്താം എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. ഷർത്തും ജസാഉമാണ്. നിങ്ങൾ എന്നെ ഓർത്താലേ ഞാൻ നിങ്ങളെ ഓർക്കൂ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. ഇവിടെ ദിക്റും ശുക്റും അള്ളാഹു ഒന്നിച്ചു പറഞ്ഞു. ദിക്റും ചെയ്യണം, നിഅമത്ത് തന്ന അള്ളാഹുവിന് ശുക്റും ചെയ്യണം. ഇപ്പോൾ ഒരു ദുബൈക്കാരൻ ജോലി പോയി, ഉസ്താദേ ആ സറസിൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. അള്ളാഹുവേ നീ അദ്ദേഹത്തിന് നല്ല ജോലി കൊടുത്ത് അദ്ദേഹത്തിന് വീണ്ടും ഗൾഫിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മകന് കിഡ്നിയുടെ അസുഖം, പല അസുഖമാണ്. അള്ളാഹുവേ മുബാറക്കായ ഈ സറസിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീൻ. അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്. അവർ ഭൂമിയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അവർക്ക് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. അവരുടെ ഡ്യൂട്ടി യൽതമിസൂന അഹ്ല ദിക്ർ വഫീ റിവായത്തിൻ യൽതമിസൂന ഹിലക ദിക്ർ. ദിക്റിന്റെ ഹൽക്ക തേടി നടക്കുകയാണ് അവർ വന്ന ആ സറസിൽ വന്നിരിക്കും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭവനത്തിൽ നടക്കുന്ന, ആഴ്ചതോറും നടക്കുന്ന, ഞങ്ങൾ പോകണം. സി കെ റസാക്ക് അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പക്ക കറതീർന്ന ലീഗുകാരനുമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഏതായാലും മൂപ്പരെന്നെ മറക്കൂല അല്ലേ. കോട്ടയത്ത് ഈരാറ്റുപേട്ട വന്നാൽ വിളിക്കണേ. ഞങ്ങളുടെ പഞ്ചായത്ത് മൊത്തം ലീഗുകാരാ. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട. ഒരു ചങ്ങാതി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ഇരിക്കേണ്ട ഇടത്ത് ഇരുത്തി. ആരാ? PC ജോർജേ, ചീഫ് വിഴുപ്പ്. അല്ല, ഇത് ലൈവാണോ? അല്ലാഹ്, നാളെ ജോർജ് അച്ചായൻ വീട്ടിൽ നിന്ന് കേൾക്കുമല്ലോ ഇത്. ഇനി ഈരാറ്റുപേട്ടക്കാരൻ PC ജോർജിന് വോട്ട് കൊടുത്ത് MLA ആക്കൂല കേട്ടോ. ഈയിടെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പണ്ഡിതന്മാർ പോയി. അപ്പോൾ കബറടക്കമൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ട്. വീട്ടിലും ചാണ്ടി ഉമ്മൻ അവരൊക്കെ പള്ളിയിലാന്ന് പറഞ്ഞു. പള്ളിയിൽ ചെന്നപ്പോൾ അവരെല്ലാം കബറിൻ്റെ അടുത്തുണ്ട്. അപ്പം ഞങ്ങൾ കബറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ നിന്നു. ഞാൻ നിന്ന് എങ്ങനെയാണെന്നറിയോ? ഹനഫി മദ്ഹബിൽ കൈ കിട്ടുന്നത് എങ്ങനെയാ? പൊക്കലിനാ താഴെയാ. ഇത് ഇങ്ങനെ നിന്നു. ഹനഫി മദ്ഹബിൽ കൈ കിട്ടുന്നത്. അന്ന് മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെ എന്നെ തിന്നുകൊണ്ടിരുന്നു. ഷമ്മാസ് ഉസ്താദ് ഉമ്മൻചാണ്ടിക്ക് ഫാത്തിഹ ഒതുകാണല്ലോ എന്ന്. എൻ്റെ പൊന്ന് ഹബീബെ, ഞാൻ ഇലാ ഹലർത്തി ഉമ്മൻചാണ്ടി എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്നു. പിന്നെ ഞാൻ എങ്ങനെ നിൽക്കും? പണ്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുമോ? എനിക്കിങ്ങനെ നിൽക്കാനും പറ്റൂല. പിന്നെ ഞാൻ എൻ്റെ കൈയൊന്ന് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ചാണ്ടി ഉമ്മൻ എൻ്റെ കൈ പിടിച്ച് മുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അന്ന് എല്ലാ ഉസ്താദന്മാരും ഇങ്ങനെ ന്യൂസ് 80 എന്ന് പറഞ്ഞ ചാനൽ, അന്ന് 14 ലക്ഷം പേരാണ് കണ്ട, വൈറലായി. അവസാനം എൻ്റെ അടുത്ത് ക്യാമറ വന്നു. ഞാൻ 2 വാക്ക് പറഞ്ഞു. ലാസ്റ്റ് ഞാനൊരു വാക്ക് പറഞ്ഞു. നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മഞ്ഞിൽ നേടും വിശിഷ്ട വ്യക്യാദികൾ, കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ഭരണാധികാരിയായിരുന്നു അല്ലേ. വർഗീയത ഉണ്ടല്ലോ നമുക്കറിയില്ല. അദ്ദേഹം ബാഹ്യമായിട്ടൊന്നും അത് കാണിച്ചിട്ടില്ല. അത് ക്ലിക്കായി. മറ്റ് പണ്ഡിതന്മാർക്ക്, എൻ്റെ കൂട്ടത്തിൽ വന്നവർക്ക് പോലും അത്ഭുതമായി. ഇതെവിടെ ഈ കവിത വരുന്നത്? ഞാൻ പറഞ്ഞു, അതൊക്കെ അള്ളാഹു തആല പറയിപ്പിക്കുന്നതാ അല്ലേ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ രാഷ്ട്രത്തിൽ ദഅവത്ത് ചെയ്തത് ആരിഫീങ്ങളായ ഔലിയാക്കളാണ്. അവരുടെ നേതാവാണ്. ഒരു ഭരണാധികാരിക്കും കിട്ടാത്ത വലിയ ആദരവാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിക്ക് കിട്ടിയത്. തങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ആശിർ അലി തങ്ങൾ 90 ലക്ഷം പേര് ഇസ്ലാമിലേക്ക് വന്നു അല്ലേ.
അന്ന് എന്താ ലവ് ജിഹാദൊന്നും ഇല്ലേ? ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ പറമ്പ് മേടിച്ച ലാൻഡ് ജിഹാദ്, മുസ്ലിങ്ങൾ ഇറച്ചിയും അല്ലെങ്കിൽ മറ്റേ ഇതുപോലത്തെ പിന്നെ ചിക്കൻ ഷവായ ഒക്കെ വിച്ചാൽ അതിന് വേറെ ജിഹാദ്, ഓരോന്നിനും ഓരോ ജിഹാദാ. നോക്കൂ, 90 ലക്ഷം പേര് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവരുടെ സദസ്സിൽ 50,000 ജനങ്ങൾ പങ്കെടുക്കുമായിരുന്നു എന്നാ. ബഹുമാനപ്പെട്ടവർ കരയും, ജനങ്ങളും കരയും. തൗബ ചെയ്ത് എത്രയോ ആളുകൾക്ക് ഹിദായത്ത് കൊടുത്തു ഗൗസുൽ ആലം, അല്ലേ? അവരൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തി, അള്ളാഹുവിനെ അറിഞ്ഞു. അള്ളാഹു എനിക്കും നിങ്ങൾക്കും റബ്ബിനെ കണ്ടെത്താൻ തൗഫീഖ് നൽകട്ടെ. അറാബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാ, നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ദൈവം ഉണ്ടോന്നോ അല്ലാഹ് ഉണ്ടോന്നോ? ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ വ ഇന്ന അസറൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ. എടോ, ഈ മരുഭൂമിയിൽ കിടക്കുന്ന ഒട്ടകത്തിന്റെ പുഴുക്ക, കാഷ്ടം, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ, ആ കാഷ്ടം വിളിച്ചു പറയുന്നു അതിലെ ഒട്ടകം പോയിട്ടുണ്ട് എന്ന്. വ ഇന്ന അസറൽ അഖ്ദാം, മരുഭൂമിയിൽ കാണുന്ന ഈ കാൽപ്പാടുകൾ അത് വിളിച്ചു പറയുന്നു തദുല്ലു അലൽ മസീർ, ഇതിലെ സഞ്ചാരികൾ പോയിട്ടുണ്ട് എന്ന്. ഈ ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ പുഴുക്കയും കാഷ്ടവും ഈ കാൽപ്പാടുകളൊക്കെ വിളിച്ചു പറയുന്നത് ഇതിലെ ഒട്ടകം പോയിട്ടുണ്ട്, ആളുകൾ പോയിട്ടുണ്ട് എന്നാണ്. എന്നാൽ വസമാഉൻ ദാതു അബ്റാജിൻ വബിഹാറുൻ ദാതു അംവാജിൻ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, രാശികളുള്ള ആകാശം, തിരമാലകളുള്ള സാഗരങ്ങളും കടലുകളും വിളിച്ചു പറയുന്നു അലൽ ലതീഫിൽ ഖബീർ, ദയാലുവായ ഒരു സൃഷ്ടാവിൻ്റെ ആസ്തിക്യം, അവൻ്റെ ഏകത്വം, അവനെല്ലാം നമ്മോട് വിവരിച്ചു പറയും എന്ന് നിനക്കറിയില്ലേ എന്ന് അറാബി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത് എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവും ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭവനത്തോട് ചേർന്നുള്ള മജ്ലിസിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം അരീബെ നവാസ് ബഹുമാനപ്പെട്ട അജ്മീർ ഉറൂസും കൂടി ഇന്ന് നമ്മുടെ പരിപാടിയിൽ നാം സ്മരിക്കുകയാണ്. എനിക്കിതുവരെ അജ്മീറിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെയധികം ഇന്നി ഉഹിബ്ബു, എനിക്ക് വളരെയധികം ഹാജയോട് സ്നേഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് തൗഫീക്കിന് വേണ്ടി ഒന്ന് തള്ളിത്തരണം പുറകിൽ നിന്ന്, ഇൻഷാ അല്ലാ. തങ്ങളുടെ കൂടത്തി ഒന്നാമത് ഹബീബെ എന്തെങ്കിലും വിചാരിക്കുമ്പോൾ ഈ വയല ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. വലിയ ആഗ്രഹമുണ്ട്, കാരണം പ്രായമായി, 30-35 വയസ്സായില്ലേ, ഇല്ലേ? എപ്പോ 30 കൊല്ലം മുമ്പ്. ഇത്രയും പ്രായമായ ഒരു പണ്ഡിതനെ ഇപ്പോഴും പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നത് തന്നെ അത്ഭുതമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ വല്യുപ്പ ഒരു സൂഫിയായിരുന്നു. നൂറുൽ ഹക്കിനോട് ചോദിച്ചറിയാം. തട്ടാമ്പറമ്പിൽ മുഹമ്മദ് ലബ്ബ അലിം സാഹിബ്, തൊടുപുഴ കാരിക്കോട് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കൂത്താരി ഹസറത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് എൻ്റെ വല്യുപ്പ. 87 വഫാത്തായിപ്പോയി. ഒന്ന് എൻ്റെ വല്യുപ്പ, ഒന്ന് ഷെയ്ഖ് ഫരീദ് ബാവാ ഖാൻ, മറ്റൊന്ന് തമ്പിക്കണ്ണ മുസ്ലിയാർ. 5 വർഷം വല്യുപ്പ ഓതിയപ്പോൾ ഉറുദു, ഫാരിസി, അറബി, അല്പം ഇംഗ്ലീഷും. ഹസറത്ത് നല്ല ഇംഗ്ലീഷ് അറിയുമായിരുന്നു. എന്താ സാർ? ഭക്ഷണം കഴിക്കാനുള്ള സാർ, ഇപ്പോൾ വന്ന ആളുകളെല്ലാം ഉണ്ടാകും. ഭക്ഷണം കഴിക്കാത്തവർ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം.
ഭക്ഷണം കഴിച്ച എല്ലാ ആളുകളും സദസ്സിൽ വന്നിരിക്കണമെന്ന് തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തൊടുപുഴ കൂത്താരി ഹസറത്ത് എന്ന് പറഞ്ഞാൽ ഹാഫിളായിരുന്നു, നല്ല സുന്ദരനായിരുന്നു, നല്ല കിതാബിയായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഹസറത്താണ് തൊടുപുഴ നൈനാർ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന മഹാൻ. എപ്പോഴെങ്കിലും അതിലെ പോവുകയാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതണം. ഇടുക്കി ജില്ലക്കാരൊക്കെ ഉണ്ടല്ലേ, അതാ ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ നല്ല കാലത്ത് തങ്ങൾ ഏകദേശം വർഷങ്ങളോളം ഇടുക്കി ജില്ലയിൽ ദീനീ സേവനം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് തന്നെ നമ്മുടെ മൂസാഹാജി ഉസ്താദും അവിടെ ഉണ്ടായിരുന്നു. മൂസാജി ഉസ്താദിനെ അറിയില്ലേ? മൂസാജി ഉസ്താദിൻ്റെ ലാസ്റ്റ് സമയത്താണ് ഞാൻ നെടുങ്കണ്ടത്ത് 3 ദിവസത്തെ പ്രസംഗം നടത്തിയത്. അവിടുത്തെ ആർച്ച് എൻ്റെ വാലിൻ്റെ സംഭാവനയാണ്. മൂസാജി ഉസ്താദിനൊരു സ്വഭാവമുണ്ട്, മുസ്ലിയാക്കന്മാരെ കണ്ടാൽ മുത്തുകിന്നിട്ട് യോ ഹയ്യു യാ കയ്യും പറഞ്ഞ് 3 ഇടി ഇടിക്കും. ആ ഇടി കിട്ടിയ അവൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് അബ്ദുൽ ജബ്ബാർ, അല്ലേ? ഈ അടുത്ത് മരിച്ചുപോയി, അള്ളാഹു ആഖിറം വെളിച്ചമാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളുടെ ഹൈറേഞ്ച് ഇടുക്കി ജില്ലയെ ഇടുക്കിയാക്കിയത് മുസാജി ഉസ്താദും നമ്മുടെ ലിയാഖത്ത് അലി ശിഹാബ് തങ്ങളുമാണ്. ലിയാഖത്ത് അലി തങ്ങളുടെ കുറിച്ച് ശിഹാബ് എന്നുണ്ടോ? പൂക്കായ തങ്ങൾ. അതിനു മുമ്പ് ഹൈറേഞ്ചിൽ ആലിമീങ്ങളില്ലല്ലോ. നമ്മുടെ മുൻ പാളയം ഇമാം ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവിയിലെ വഖഫ് ബോർഡ് ചെയർമാൻ, അവരൊക്കെ മൂസാ ഹാജി ഉസ്താദ് പറഞ്ഞു വിട്ടിട്ട് ഓതാൻ പോയവരാ. അങ്ങനെ കുറേ പണ്ഡിതന്മാർ. ഈ ഗഫാർ മൗലവിനെ പ്രസവിച്ചത് ഏറുമാടത്തിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറുമാടത്തിൽ കിടന്നാണ് ഉമ്മ പ്രസവിച്ചത്. ഈ യൂണിവേഴ്സിന് ഒരു സൃഷ്ടാവുണ്ട്, അവൻ ഏകനാണ്. നബിയെ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു. അവനിൽ മൾട്ടിപ്ലിസിറ്റി ഇല്ല, ബഹുത്വമില്ല. അവൻ ഒന്നായ പലതല്ല, അവൻ പലതായ ഒന്നുമല്ല, അവൻ ഒന്നേ ഒന്ന് മാത്രം, അല്ലാഹു അഹദ്. നിങ്ങൾ ചോദിക്കും, ഷമ്മാസ് മൗലവി അഹദാണല്ലോ, ഒറ്റ നോട്ടത്തിൽ അഹദാണല്ലോ. അല്ല, നമ്മൾ മുറക്കബാണ്. മുറക്കബെന്ന് പറഞ്ഞാൽ മാംസവും രക്തവും നാഡീ ഞരമ്പുകളും എല്ലാം കൊണ്ട്, നമ്മുടെ ബ്രെയിൻ തന്നെ നോക്കിയാൽ, നമ്മുടെ തലച്ചോറ് തന്നെ നോക്കിയാൽ നമുക്കറിയാം, സെറിബ്രം, സെറിബെല്ലം. ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ നഫ്സ് ഒന്ന് പരിശോധിച്ച് നോക്കൂ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാകുമെന്ന് സൂറത്തു ദാരിയാത്ത്, പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് മൾട്ടിപ്ലിസിറ്റി ഇല്ല, ബഹുത്വമില്ല. അള്ളാഹു കുറേ മാംസം കൊണ്ടും രക്തം കൊണ്ടും നാഡീ ഞരമ്പ് കൊണ്ടും മുറക്കബല്ല. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള്, അള്ളാഹു ആകാശഭൂമികളുടെ ലൈറ്റാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. ശാസ്ത്രം വികസിച്ചുകൊണ്ടേയിരിക്കുക. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിക്കുന്നതിനനുസരിച്ച് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ ലൈറ്റാണ് എന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നോക്കൂ, ഒരു കാലത്ത് മൊബൈലില്ലായിരുന്നു. ഞാൻ ആദ്യം മസ്കറ്റിൽ പോയത് 20 കൊല്ലം മുമ്പാണ്. നമ്മുടെ മാന്നാർ ഇസ്മായിൽ കുഞ്ഞാജിയില്ലേ, നമ്മുടെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ആലപ്പുഴ, ബഹുമാനപ്പെട്ടവരാണ് എനിക്ക് ആദ്യം ഒരു മൊബൈൽ തരുന്നത്. അത് ചക്ക പോലത്തതാ, ഇങ്ങനെ ഇട്ടാണ്ടല്ലോ മുഴച്ച് നിൽക്കും. ഇപ്പോഴല്ലേ മെലിഞ്ഞ് 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 ദുബലാ ഹോഗയാ പത്തലാ ബി ഹോഗയാ, അല്ലേ? ഇതൊക്കെ പഠിച്ചു കേട്ടോ. എൻ്റെ ഹാഫിൽ ഉസ്താദ് ബീഹാരിയായിരുന്നു, ഉറുദുക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉറുദു ഒക്കെ പഠിച്ചു കേട്ടോ. ഇതൊരു ഹാഫിൽ ഉസ്താദ് അല്ലേ, അല്ലേ? അത് കഴിഞ്ഞ് നോക്കൂ, അന്ന് മൊബൈല് വിളിക്കാൻ മാത്രമേ കൊള്ളാവുള്ളൂ. പിന്നെ അതിനകത്ത് എന്തെല്ലാം സെറ്റപ്പ് വന്നു, അല്ലേ? ക്യാമറ, 2 ക്യാമറ ഇല്ലേ ഉസ്താദ്? ഉള്ളതല്ലേ ഞാനീ പറയുന്നത്. ആദ്യം 1 ക്യാമറ, പിന്നെ 2 ക്യാമറ, പിന്നെ വാട്സാപ്പ്, പിന്നെ എന്താ ഫേസ്ബുക്ക്, പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ ഇതാ പുതിയ ഒരു സിസ്റ്റം വന്നിരിക്കുന്നു. അതിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം. ലാസ്റ്റ് പറയാം, വേഴ്സസ്, മെറ്റ വേഴ്സ് എന്നല്ലേ പേര്, അല്ലേ?
ഒരു പുതിയ കണ്ണാടി, ആ കണ്ണാടി വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മുമ്പിൽ മുഴുവനും 3D-യാ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, ഇങ്ങോട്ടും നോക്കണ്ട. അനന്തമായ ഒന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കി, മെറ്റാവേഴ്സ് ഒന്ന് അടിച്ചു നോക്കിയാൽ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അതിനെപ്പറ്റിയുള്ള വിവരം നമുക്ക് കിട്ടും. എൻ്റെ പൊന്നുസ്താദെ, എവിടെ എത്തിയെന്നറിയോ ലോകം? ശാസ്ത്രം കുതിക്കുകയാ. നോക്കൂ, പാകിസ്ഥാനിലെ നോബൽ പ്രൈസ് കിട്ടിയ അബ്ദുസലാം എന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സമർത്ഥനം എന്തായിരുന്നറിയുമോ? ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ വെളിച്ചമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചം. അള്ളാഹു ശേഷം പറയുന്നുണ്ട്, വമല്ലം യജഅലില്ലാഹു ലഹു നൂറ, ആർക്കല്ലാഹു പ്രകാശം കൊടുത്തില്ലയോ അവന് പ്രകാശമില്ല. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ ആരാണ്? അള്ളാഹു പറഞ്ഞു നുത്ഫ എന്നല്ല പറഞ്ഞത്, മഹീൻ എന്നാ പറഞ്ഞത്. മാ ഇൻ മഹീൻ, നിസ്സാരമായ ഒരു വെള്ളത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇസ്മായിൽ ഉസ്താദിനെ പോലുള്ള, മാഹിരിയെ പോലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ അലി ഉസ്താദിനെ പോലുള്ളവരൊക്കെ അതിനർത്ഥം പറയട്ടെ. എന്താണ് അള്ളാഹ് മഹീൻ എന്ന ഈ നുത്ഫയെ പറ്റി പറയാൻ കാരണം? നിസ്സാരമായ ആ വെള്ളത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് ആദ്യത്തെ റക്അത്തിൽ ഞാൻ ഓതുന്ന സൂറത്താണ്, നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്തു സജദ. അത് ചില പള്ളിയിൽ നിർബന്ധമാണ്. ഞാൻ ഖത്തീബായിട്ടിരിക്കുന്ന പള്ളിയിൽ വാലിന് പോകുമ്പോൾ അവിടുത്തെ മോദിന് അസിസ്റ്റന്റ് പറയും, ഉസ്താദേ സുബഹി മുടങ്ങല്ലേ, വാല് പോകുന്നിടത്ത് കിടക്കല്ലേ, കാരണം സജദ ഓതിയില്ലെങ്കിൽ ജനങ്ങൾ കോപിക്കും. അപ്പൊ യുദബ്ബിറുൽ അംറ മിന സമാഇ ഇലൽ അർള് മുതൽ അങ്ങ് ഓതാൻ തുടങ്ങും, അല്ലേ? അള്ളാഹു അവിടെ പറയുന്നുണ്ട്, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അവനാണ് സമസ്ത ചരാചരങ്ങളെയും ഭംഗിയായി സൃഷ്ടിച്ചത്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ കളിമണ്ണിൽ നിന്നും സംവിധാനിച്ചു. കണ്ടോ, നമ്മുടെ സൃഷ്ടിപ്പ് തീൻ, കളിമണ്ണിൽ നിന്നാണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി, പിന്നീട് അല്ലാഹു അതിനെ സവ്വാഹു, തസ്വിയത്ത്, നേരെ ചൊവ്വേ അതിനെ സൃഷ്ടിച്ചു. വനഫഖ, അവൻ ഊതി, ഫീഹി, ആ കളിമണ്ണിന്റെ സത്തയിൽ ഊതി, മിർ റൂഹിഹി, അവന്റെ റൂഹിൽ നിന്നും. അതിവിടെ മുമ്പ് പ്രാസംഗികൻ ആരോ പറഞ്ഞല്ലോ. ഏത് പ്രാസംഗികനാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഓർമ്മയില്ല അല്ലേ? ഒന്ന് സൂചിപ്പിച്ചു വിട്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു സ്വാദിൽ അള്ളാഹു പറഞ്ഞത് ആദമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, എന്നിട്ട് വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ ആദമിൽ ഊതി എൻ്റെ റൂഹിൽ നിന്ന്. അപ്പോൾ ആ റൂഹാണ് നമ്മുടെ ശരീരത്തിലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസക്തി റൂഹിനാണ്, ആത്മാവിനാണ്, ശരീരത്തിനല്ല. ശരീരം നോക്ക്, കവിളൊക്കെ ഉണങ്ങും, ആ കളറൊക്കെ മങ്ങും, കറുത്ത മുടിയൊക്കെ വെളുത്ത മുടിയാകും, പല്ലുകൾ കൊഴിയും, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും മനുഷ്യനിൽ. റൂഹോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു പറയുന്നു, ഞാൻ ആദമിൽ ഊതി. റൂഹെന്ന് പറഞ്ഞാൽ മിൻ ജിസ്മിൽ ലത്തീഫ്, ലോലമായ ബോഡി ഘടനയാണ് റൂഹിനുള്ളത്.